പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഇത്തരമൊരു ഫ്യൂച്ചർ സമ്മിറ്റ്, വളരെ മനോഹരമായി സമ്മിറ്റ് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകനായ ജോൺ ടോമിനെയും ചെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ വിഷ്വൽ പ്രിൻ്റ് മീഡിയയിൽ വളരെ സജീവമായി നിലനിൽക്കുന്നൊരു വാർത്തയാണ് ഫ്യൂച്ചർ സമ്മിറ്റ്, ഭാവി ഉച്ചകോടിയെക്കുറിച്ചുള്ളതാണ്. ഇത് പത്രവാർത്തകളിലൂടെയാണ് ഞാൻ വായിച്ചതെങ്കിൽ ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഓർഗനൈസിങ് സ്കില്ലും ഓർഗനൈസിങ് ടാലൻസും എത്രമാത്രം ഇതിൻ്റെ സംഘാടകർക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. ഇനിയും ഇത്തരം സമ്മിറ്റുകൾ സംഘടിപ്പിക്കാൻ, ഇപ്പോൾ ഏതൊരു സമ്മിറ്റ്, ഇത് ഫസ്റ്റ് സമ്മിറ്റാണല്ലേ ടോം, സ്വാഭാവികമായും ചില ലാക്കുണാസൊക്കെ ഉണ്ടാകും. അത് പരിഹരിച്ച് സെക്കൻഡ് സമ്മിറ്റിലേക്ക് എത്തുമ്പം ഇതിനേക്കാൾ മികച്ച നിലയിൽ സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചർച്ചയാണ്. സ്വാഭാവികമായും ഫ്യൂച്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വി ആർ അഡ്രസ്സിങ് ദ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയാണ്. എൻ്റെ മുന്നിരിക്കുന്ന ഭൂരിഭാഗം സ്റ്റുഡൻസാണ്. പിന്നെ വളരെ റിനൗണ്ടായ ടീച്ചേഴ്സാണ് ഇരിക്കുന്നത്. ജയചന്ദ്ര അതുപോലെ സാറൊക്കെ മുമ്പിലിരിക്കുന്നുണ്ട്. കുട്ടികൾ ഭാവിയുടെ പൗരന്മാരാണ്. അപ്പോൾ സ്വാഭാവികമായും ഭാവി എന്തായിരിക്കും, ഒരു ആൻട്രപ്രണർഷിപ്പിനെ കുറിച്ചുള്ള വളരെ സീരിയസ് ആയ ഡിബേറ്റ് ഇവിടെ നടന്നു. എങ്ങനെ ആയിരിക്കണം? ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പം കുട്ടികളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, യു ഷുഡ് ടേക്ക് റിസ്ക്. റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്ന റിസ്ക് എടുക്കാനുള്ള ധൈര്യമില്ലായ്മയാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ റിസ്ക് എടുത്തവരാണ്, നിങ്ങളെപ്പോലെ പഠിച്ചവരാണ്. പക്ഷേ ഞങ്ങൾ റിസ്ക് എടുത്തു, ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നു. ഇപ്പോൾ എത്ര പൊളിറ്റീഷ്യൻസാണ് ജനപ്രതിനിധികളായി മാറുന്നത്? വളരെ കുറവല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പൊളിറ്റിക്സിനകത്ത് നിൽക്കലും റിസ്ക്കാണ്. റിസ്ക് എന്താണ്? ഇപ്പോൾ ഓരോ ടൈം ഇലക്ഷൻ മത്സരിക്കണം, ജയിക്കണം, റിസ്ക്കാണ്. ജയിക്കുമെന്ന് ഉറപ്പൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബാസ്റ്റ്യൻസ്, കോട്ടകൾ കുറവായി. ഇപ്പോൾ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തും ആരെയും ജനം ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് റിസ്ക് എടുത്ത് ഞങ്ങൾ നിന്നതാണ് ഈ ഫീൽഡിനകത്ത്. അതുപോലെ നിങ്ങൾ റിസ്ക് എടുക്കണം. ശരാശരി മലയാളി വിദ്യാർത്ഥിയുടെ ആഗ്രഹം എന്താ? ഒരു PSC പരീക്ഷ എഴുതി ജോലി നേടണം, അതല്ലേ? വൈ കാൻറ്റ് യു ഡ്രീം ബിഗർ? സ്പീക്കർ ഓഫീസിലിരിക്കുമ്പോൾ എന്നെ കാണാൻ വരുന്ന ഭൂരിഭാഗം ആളുകളിലും കുറേ റാങ്ക് ലിസ്റ്റുകാരുണ്ടാവും. സർ, ഞങ്ങളുടെ ലിസ്റ്റ് അടുത്ത മാസം തീരും. സർ, ഞങ്ങളുടെ ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതൊരു ഗ്രൂപ്പാണ്. അടുത്ത ഗ്രൂപ്പുകാർ എങ്ങനെ വരും? ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ, നിങ്ങൾ പെട്ടെന്ന് എക്സാം വിളിക്കാനൊന്ന് ഇടപെടണം. എന്തുകൊണ്ടാണ് PSC? ഞാനിനിയിപ്പോൾ ഒരു കോൺട്രവേഴ്സിക്കൊന്നും വേണ്ടി പറയുന്നതല്ല. പൊതുവിൽ ഞാൻ സംസാരിച്ച പലപ്പോഴും കോൺട്രവേഴ്സി ആവാറുണ്ട്. പക്ഷേ ഞാനുള്ള അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. PSC ആഗ്രഹിക്കാം, തെറ്റില്ല. പക്ഷെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകരുത്. ഒരു സർക്കാർ ജോലി എന്ന് ചുരുങ്ങി നിങ്ങൾ ചിന്തിക്കരുത്. പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ കുട്ടികളുടേത് സർക്കാർ ജോലി മാത്രം മതി. എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? സർക്കാർ ജോലിയിൽ നിന്ന് പിരിഞ്ഞ രണ്ടാളതിൻ്റെ സംഘാടകരെങ്കിലും യു ഷുഡ് ഡ്രീം ബിഗർ എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ ആൻട്രപ്രണർഷിപ്പിനെ കുറിച്ച് ഇവിടെ ക്ലാസ് എടുത്ത് ഒരു ടോക്ക് നടന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, ആദ്യം ആൻട്രപ്രണറായി വരാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി 1 ലക്ഷം രൂപ അച്ഛനോടോ അമ്മയോടോ കൊടുക്കൂല. ഫസ്റ്റ് ചാലഞ്ചാണ് അദ്ദേഹം ഇവിടെ ബ്രീഫ് ചെയ്തത്. നിങ്ങൾ റിസ്ക് എടുക്കണം. നിങ്ങൾ കംഫർട്ട് കുഷനിലിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സർക്കാർ ജോലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. ജോലി കിട്ടിയല്ലോ, ഇനി 56 വയസ്സ് വരെ ഒരു ടെൻഷനും ഇല്ല. അതാണ് നിങ്ങൾ അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. തിരിച്ച് ഞങ്ങളെ പോലെയാണെങ്കിലോ, 2025 ഇനിയിപ്പോൾ നമ്മളെ ചിന്ത എന്താ? അടുത്ത സീറ്റ് കിട്ടുമോ? ഇനി സീറ്റ് കിട്ടിയാൽ ജയിക്കുമോ? നിങ്ങൾക്ക് അങ്ങനെയല്ല. 21, 22, 23, 24 വയസ്സ് കയറിയാൽ പിന്നെ 56 വയസ്സ് വരെ ജോലി ചെയ്താലും ഇല്ലെങ്കിൽ ശമ്പളം കിട്ടും.
ഈ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ നിങ്ങൾ മാറണം. നിങ്ങളിൽപ്പെട്ട പ്രതിഭാശാലികൾ യു ഷുഡ് ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റാർട്ടപ്സ്, സ്റ്റാർട്ട് കമ്പനീസ്, സ്റ്റാർട്ട് ബിസിനസ്. ആ നിലയിലേക്ക് ചിന്തിക്കാൻ പുതിയ ജനറേഷൻ തയ്യാറാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു വട്ടത്തിൽ നിന്ന് കറങ്ങാതെ. എന്നതിനർത്ഥം ഇതിപ്പോൾ നിങ്ങൾ വരുന്നില്ല, പിന്നെ ആരെങ്കിലും വേണ്ടേ? നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, പക്ഷേ ഇത് മാത്രമായി പോകരുത് എന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കാനുള്ളൂ. ഇപ്പോൾ ടോം വളരെ യങ്സ്റ്ററാണ്. എന്നെക്കാളൊക്കെ ഒരുപാട് വയസ്സ് കുറവാണ് എന്നാണ് എൻ്റെ ബോധ്യം. അയാൾക്കും വേണമെങ്കിൽ സർക്കാർ ജോലിക്ക് പോയിരുന്നു. അയാൾ റിസ്ക് എടുത്തു. അദ്ദേഹത്തിന് പല സഹായങ്ങളും ലഭിച്ചപ്പോൾ ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് ഗ്രൂപ്പ് ബിൽഡപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതേപോലെ നിങ്ങളും ചിന്തിക്കണം, എന്തൊക്കെ തുടങ്ങാം, എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയ സാധനം ബിൽഡപ്പ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ധൈര്യം എടുത്തവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ, റിസ്ക് എടുത്തവരും ധൈര്യം കാണിച്ചവരും. അപ്പോൾ ധൈര്യം കാണിച്ചവരും റിസ്ക് എടുത്തവരും മാത്രമേ ലോകത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ആ നിലയിലേക്ക് റിസ്ക് എടുക്കാനും ധൈര്യം കാണിക്കാനും നിങ്ങൾ തയ്യാറാവണം എന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇവിടെ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, വൺ അമംഗ് ദ സ്പീക്കർ, അദ്ദേഹം ഹി ഹാസ് മെൻഷൻ സംതിങ് അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് സം ഓഫ് ദ തിങ്സ് ദാറ്റ് വി ആർ ഫേസിങ് ഇൻ എൻവയൺമെൻറ്റ് ഇഷ്യൂസ് അദ്ദേഹം മെൻഷൻ ചെയ്തു. എത്ര പേര് കേട്ടോ എന്ന് എനിക്കറിയില്ല. പ്ലാസ്റ്റിക് ഇഷ്യൂ, പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞു, ഗ്ലാസ് ബോട്ടിൽസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പ്ലാസ്റ്റിക് വലിയ പ്രശ്നമാണ്. പ്ലാസ്റ്റിക് വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് കുടിച്ച് വലിച്ച് ചാടുകയാണ്. അതവിടെ എത്തുന്ന ലാസ്റ്റ് കടലിലാണ്. കടലെത്തിക്കഴിഞ്ഞാൽ മീൻ കഴിക്കും. മീൻ കഴിച്ചാൽ പിന്നെ പറയപ്പെടുന്ന സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് ബ്രസ്റ്റ് മിൽക്കിൽ ഉൾപ്പെടെ പ്ലാസ്റ്റിക് പെട്ടെന്ന് നശിക്കില്ല. ബ്രസ്റ്റ് മിൽക്കിൽ ഉൾപ്പെടെ പ്ലാസ്റ്റിക്കിൻ്റെ അംശമുണ്ടെന്നാണ് സയൻറ്റിഫിക് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. ഇതൊരു പ്രശ്നമാണ്. സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് പറയും. ഇപ്പോൾ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു? പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ മൂടി മീൻസ് അടുപ്പ് കൊണ്ട് ഞങ്ങൾ സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായി ഒരു ബ്യൂട്ടിഫുൾ പ്രോജക്ട്സ് ഞങ്ങളുടെ ഉണ്ടാക്കി. ഇവിടെ തന്നെ ഞാൻ ആദ്യം വന്നത്, ടോം എന്നെ കൊണ്ടുപോയത് ഇത്തരത്തിലൊരു എക്സിബിഷൻ കാണിക്കാനായിരുന്നു. അത് ഇവിടുത്തെ ഒരു നല്ല ഇനീഷ്യേറ്റീവാണ്. ആ രീതിയിൽ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ പ്രക്രിയക്ക് ഞങ്ങൾക്കിനി മാറാനൊന്നും പോകുന്നില്ല. 2016 ഞാൻ ഫസ്റ്റ് അസംബ്ലിയിൽ വന്നത്. 4 പ്രോജക്റ്റുകളെ കുറിച്ച് അന്ന് ബ്രീഫ് ചെയ്തത് അന്നത്തെ ചീഫ് സെക്രട്ടറി വിജയാനന്ദ് സാറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മൈൻഡ് സെറ്റ് മാറണം മലയാളിയുടെ. മൈൻഡ് സെറ്റ് ഇനിയിപ്പോൾ നമ്മളെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് വന്നു. പക്ഷെ നിങ്ങളെ മാറ്റാൻ പറ്റും. എന്തൊക്കെയാണ്? നമ്മൾ എത്രയാണ് വെറുതെ പോകുന്നത്? നമ്മൾ എത്ര വെള്ളമാണ് പോകുന്നത്? എത്രയാണ് വെള്ളം വേണ്ട ഒരാൾക്ക്? വാട്ടർ വലിയ പ്രശ്നമാണ്. വാട്ടർ ക്രൈസിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാവി നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. എത്രയാണ് നമ്മൾ പല്ല് തേക്കും മുതൽ തുടങ്ങില്ലേ നമ്മൾ വെള്ളം കളയുന്നത്? അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ലിറ്ററസി നമുക്ക് കുട്ടിയെ കൊടുക്കാൻ പറ്റണം. എത്ര ഉപയോഗിക്കണം, എത്ര വെള്ളം കളയാതെ സൂക്ഷിക്കണം, നമുക്കതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത എന്തുകൊണ്ടാണ്? ഇതിൽ ഭൂരിഭാഗം ആൾക്കും അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവില്ല. വാട്ടർ സ്കാർസിറ്റി നേരിടുന്ന പ്രദേശങ്ങളിൽ ആൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും. പക്ഷെ വാട്ടർ സ്കാർസിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പല്ല് തേക്കും പോലും പൈപ്പ് തുറന്നിടുകയാണ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളില്ലേ? ഇപ്പോൾ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭാഗത്ത് ജനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വെള്ളത്തിൻ്റെ പ്രശ്നം. അത് പരിഹരിക്കാൻ ആവശ്യമായ ചർച്ചകൾ ഇതിനകത്ത് ഉയർന്നു വരണം. രണ്ടാമത്തെ പാർട്ട്. 3 പവർ കൺസംഷനാണ്. പവർ കൺസംഷൻ എന്താ സ്ഥിതി? നമ്മൾ എത്ര പേർ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ റൂമിനകത്തുള്ള ഈ വൈദ്യുതികൾ ഓഫാക്കുന്നുണ്ട്, സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട്? ഫാൻ, AC, ലൈറ്റ് എത്ര പേര് ഓഫാക്കുന്നുണ്ട്? അപ്പം ഇതൊക്കെ കുട്ടികൾക്കിടയിൽ ട്രെയിൻ ചെയ്തെടുക്കേണ്ട ശീലങ്ങളിൽപ്പെട്ടതൊന്നാണ്. എപ്രകാരമാണോ രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ കുളിക്കുന്നത്, എപ്രകാരമാണോ നാം രാവിലെ എഴുന്നേറ്റാൽ ബ്രഷ് ചെയ്യുന്നത്, എങ്ങനെയാണോ നാം ഡ്രസ്സ് ചെയ്യുന്നത്, അതേപോലെ കുട്ടികൾക്കിടയിൽ രൂപപ്പെടുത്തേണ്ട ഒരു ഫീലിംഗ് ആണ് എന്ത്? ആ ഫീലാണ് വെറുതെ വെള്ളം കളയാതിരിക്കുക, വെറുതെ പവർ കൺസംഷൻ നടത്താതിരിക്കുക. ഈ രീതിയിലേക്കുള്ള മൈൻഡ് സെറ്റ് കുട്ടികൾ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പിന്നത്തെ കാര്യം എന്താ? നമ്മളിപ്പോൾ വിദേശത്ത് പോയാൽ എങ്ങനെയാണ്? വിദേശത്ത് പോയാൽ നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആണ്. എന്താ? ബോട്ടിൽ വലിച്ചെറിയില്ല, റോട്ടിൽ സ്പിറ്റ് ചെയ്യില്ല. എന്നാൽ ഇവിടെ വന്നാൽ എന്താ സ്ഥിതി? ഇവിടെ വന്നാൽ വെറും സ്പിറ്റിംഗ് അല്ല, പാൻപരാഗ് തന്നിട്ട് തുപ്പിക്കളയും. ഇതേ നമ്മൾ വിദേശത്ത് പോയാൽ എവിടെയും പിന്നെ ഈ മിഠായി തിന്നുന്നു, എല്ലാ അൺയൂസ്ഡ് പേപ്പർ വലിച്ച് എവിടെയെങ്കിലും ചാടും. എന്തുകൊണ്ടാണ് വിദേശത്ത് ഡിസിപ്ലിൻ ആവുന്ന നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ തിന്ന പേപ്പർ അങ്ങ് വലിച്ചു ചാടും?
ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ പാത്രമോ മറ്റും ഉണ്ടെങ്കിൽ വേസ്റ്റ് അങ്ങോട്ട് വലിച്ചു ചാടും, റോട്ടിൽ തുപ്പും. അത് മാത്രമല്ല, യൂറിനേറ്റ് ചെയ്യാനും ഒരു മടിയില്ല. അത് കുറേ മാറി കേട്ടോ, പണ്ടത്തെ പോലെയല്ല. ഇപ്പം അങ്ങനെ ഇല്ലെങ്കിലും പണ്ടൊക്കെ അങ്ങനെയാണ്, ഇപ്പോൾ അത് കുറേ മാറി വന്നു. കാറിൽ വിദേശത്ത് സഞ്ചരിക്കുമ്പോൾ നമ്മൾ ബെൽറ്റ് ഇടും, ഇവിടെ സഞ്ചരിക്കുമ്പോൾ ബെൽറ്റ് ഇടൂല. ഇവിടെ ഇങ്ങനെ പി പി അടിക്കുമ്പോൾ എന്താ ചെയ്യുന്നറിയോ? പി പി അടിക്കുമ്പം ബെൽറ്റിൽ പി പി ഓഫാക്കാതിരിക്കാൻ വേണ്ടി അവൾ വേറെ കുത്തി വെക്കും, അത്ര പോലും ഇടാൻ തയ്യാറല്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ അത് ഡിസിപ്ലിൻഡായി നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റണം. ഇത് നമ്മൾ നേരിടുന്നൊരു പ്രശ്നമാണ്. ഇതിനെക്കുറിച്ചെല്ലാമുള്ള ചർച്ചകൾ. പിന്നത്തെ വിഷയം എന്താ? നമ്മളിപ്പോൾ ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഇനീഷ്യേറ്റീവിനെ ഞാൻ ഐ അപ്രീഷിയേറ്റ് യുവർ ഇനീഷ്യേറ്റീവ്, ഐ അപ്രീഷിയേറ്റ് യുവർ ഓർഗനൈസിങ് സ്കിൽ. നമ്മൾ കുട്ടികൾക്കിടെ രൂപപ്പെടുത്തുന്ന ഒരു മൈൻഡ് സെറ്റ് എന്താ? ആ മൈൻഡ് സെറ്റ് പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യണം, പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവണം. അതിന് ടൈം, ഈ വർക്കിംഗ് സമയം, കോളേജ് ക്ലാസ്സിൻ്റെ സമയം മാറ്റണം. ഇപ്പോൾ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഇവിടെ മാറ്റിയ ഒരു 8 മണി മുതൽ 2 മണി മതി എന്ന്, അത്രയൊക്കെ പഠിപ്പിച്ചാൽ മതി. എന്നിട്ടൊരു 3 മണി മുതൽ കുട്ടികളെ പഠിപ്പിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഫ്രാങ്ക്ലി പറ, അത് കിട്ടപ്പോൾ കൈയടിച്ചെന്തിനാ അറിയോ? നിങ്ങൾ ക്ലാസ്സിലിരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് പണിക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങൾ കൈമുട്ടിയത് 8 to 2 എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൈമുട്ടി പ്രോത്സാഹിപ്പിച്ചത് ജോലിക്ക് പോകണം എന്ന് ഞാൻ പറയും, നിങ്ങൾ കേട്ടില്ല, അതിന് മുമ്പ് കൈയടിച്ചതാ. ഞാൻ പറയുന്ന ഒരു 3 മണി മുതൽ ഈ കുട്ടികളെ ഏതെങ്കിലും കമ്പനിക്കകത്ത് ജോലി കയക്കണം. നിങ്ങൾ നിങ്ങളുടെ കാശ് കൊണ്ട് പഠിക്കണം. ഇവിടുന്ന് പഠിക്കാൻ വലിയ മടിയാ. എന്നാൽ നിങ്ങൾ വിദേശത്ത് പോയി നോക്കിയാൽ, വിദേശത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ച് സ്പീക്കറായതുകൊണ്ട് കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. സ്പീക്കറായി കഴിഞ്ഞാൽ ഗുണാതാ, വേറെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല, ഇങ്ങനെ ലോകം കറങ്ങാം. പിന്നെ ഞാൻ യാത്രക്ക് കുറച്ച് മടിയനായതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തോളം ഇപ്പോൾ എത്താൻ പറ്റും ഞാനിത് ഇനി മെനക്കെട്ടാൽ. ഒരു യാത്രാപ്രിയനായ ഒരു സ്പീക്കറാണെങ്കിൽ എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള രാജ്യം എനിക്ക് 3 കൊല്ലം കൊണ്ട് കറങ്ങി തീർക്കാം. പക്ഷെ ഞാൻ അത്ര യാത്രാപ്രിയനല്ല, കുറച്ച് മടിയൊക്കെ ഉള്ള ഒരാളാണ്. അവിടെയൊക്കെ നമ്മൾ പോകുമ്പം കാണുന്ന കാര്യം എന്താ? നമ്മുടെ ഇന്ത്യൻ കുട്ടികളായിരിക്കും പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ടാവും. അവർ മലയാളിയാകുമ്പോൾ നമ്മളൊക്കെ അറിയുമല്ലോ, അല്ലാണ്ട് ഇപ്പം നമ്മളങ്ങനെ എല്ലാവരും അറിയണമെന്ന് വാശിയൊന്നും പിടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ പറയും ഞങ്ങൾ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. അവർ ജോലി ചെയ്യണം അവിടെ. വൈകുന്നേരം ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 മണി വരെ ജോലി ചെയ്യുന്നു. ആ കാശ് കൊണ്ട് അവനവൻ്റെ സർവൈവൽ നടത്തുന്നു. ആ രീതിയിലേക്ക് കുട്ടികൾ മാറണം. ആ രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് പാകപ്പെടുത്തണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാത്രം പാകപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല, നിങ്ങളുടെ പാരൻസിൻ്റെ മൈൻഡ് സെറ്റും പാകപ്പെടുത്തണം. എന്തോ പഠിക്കുമ്പം ജോലി ചെയ്യുന്ന എന്തോ മഹാ അപരാധമാണെന്നാണ് നമ്മുടെ മലയാളി രക്ഷിതാക്കൾ ഇപ്പോഴും ചിന്തിക്കുന്നത്. അത് മഹാ അയ്യ എൻ്റെ മോൻ ജോലിക്ക് പോകാനാ എന്ന് ഞാൻ പറയാം. ഞാനിപ്പോൾ അടുത്ത് പോയ സ്ഥലം ഓസ്ട്രേലിയയാണ്, കോമൺവെൽത്ത് പാർലമെൻറ്റ് പങ്കെടുക്കാൻ. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്താ എടുക്കുന്ന പണി? ഹോട്ടലിൽ പ്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ്. 10ാം ക്ലാസ്സുകാരനാണ്. 10ാം ക്ലാസ്സുകാരൻ്റെ പണി ഹോട്ടലിൽ പ്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ്. ഫാമിലി വെൽ ഓഫാണ്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഉദ്യോഗസ്ഥന്മാരാ, വെൽ ഓഫാണ്, ഇമ്മൻസ്ലി റിച്ചാണ്. പക്ഷെ അവർക്ക് ഒരു പ്രശ്നമില്ല, ജോലിക്ക് പോയിക്കോട്ടെ. ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ ചിന്തിക്കണം. അവിടെയാണ് ജെയിൻ്റെ എഫിഷ്യൻസി പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യണം. നിങ്ങളുടെ ക്യാമ്പസിലെ കുട്ടികളെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് പാർട്ട് ടൈം ജോലിക്ക് അയക്കാൻ സാധിക്കുമോ ആ നിലയിലേക്ക് ജെയിൻ തന്നെ കുട്ടികളെ റിക്രൂട്ട് ചെയ്യണം. അതിന് ഇനീഷ്യേറ്റീവാണ്. ഐ ഡോണ്ട് നോ, Vishal can't catch my speech. Anyhow, Tom, you should translate it to him what I am speaking. ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ പാകപ്പെടുത്തിയെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ക്യാമ്പസ് മെച്ചപ്പെടും, ഇവിടത്തേക്ക് തള്ളു വരും പഠിക്കാൻ. കുട്ടികളെ ആ രീതിയിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പം കുട്ടികളെ മെയിൻ സമയം എങ്ങനെ പോകുന്നത്? ആരെങ്കിലും നോക്കുന്നുണ്ടോ മോൾപോട്ടേക്ക്? മോൾപോട്ടേക്ക് എന്നാൽ ആകാശത്തേക്കല്ല, ഇങ്ങനെ നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ തന്നെ നോക്കാൻ ഇപ്പം ആൾക്ക് നേരെ ഇല്ലല്ലോ. ഇങ്ങനെയല്ലേ? എന്തെന്ന് ഇങ്ങനെ നോക്കുന്ന മൊബൈൽ ഫോണാണ്? ഇതിങ്ങനെ കളിക്കുകയല്ലേ? എന്തെന്ന് ഇങ്ങനെ വെത്തിലേൻ്റെ മുകളിൽ 100 വരട്ടുന്ന പോലെ? ഇതല്ലേ ഇപ്പോഴത്തെ ജനറേഷൻ. ട്രെയിനിൽ കയറി ആരെങ്കാരോട് മിണ്ടുന്നുണ്ടാ? തൊട്ടടുത്താരെ ഇരിക്കുന്ന നമ്മളെപ്പോലത്തെ കുറച്ചിങ്ങനെ ഭർത്താനക്കാരും പൊളിറ്റീഷ്യൻസ് ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം മിണ്ടും. ഇനി നമ്മളെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യുമോ? നമ്മളങ്ങോട്ട് മിണ്ടിയില്ലെങ്കിൽ ഈ പഹയന്മാരെ മൈൻഡാക്കൂല നമ്മളാ.
നമ്മളങ്ങോട്ട് പോയി മിണ്ടുന്നുണ്ട് അത്യാവശ്യം വർത്തമാനത്തിന് വരുന്നത്. കാരണം ഇവന് കയറി കഴിഞ്ഞാൽ തന്നെ തുടങ്ങും. ഒന്നല്ല, ഇപ്പോൾ ടോമിൻ്റെ അടുത്ത് രണ്ടാളുള്ളത്, രണ്ടുമല്ല, ചിലയിടത്തിന് മൂന്നെണ്ണമല്ല ഉണ്ടാവും. ചില നമ്മൾ തമാശക്ക് പറയില്ല, പുസ്തകം ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് വായിക്കുന്നു, അതുപോലെ രണ്ട് കൈ കൊണ്ട് മൊബൈൽ ഫോണാണ്. ഇതാണ് ജനറേഷൻ ജെൻസി. അതല്ലേ? എന്താ ജെൻസി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആളോട് മിണ്ടാൻ പാടില്ല എന്നാ. ആ രീതിയിലേക്ക് മാറുന്നു. നിങ്ങൾ കുഴപ്പക്കാരൊന്നുമില്ല, ഈ ടെക്നോളജിയുടെ പ്രശ്നമാണ്. AI കാലമാണ്. AI കാലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ രേഖാചിത്ര സിനിമ കണ്ടിട്ടില്ലേ? രേഖാചിത്ര സിനിമയിൽ മമ്മൂട്ടി വന്ന് ഞാൻ വിചാരിച്ച് ശരിക്കും ഒറിജിനൽ മമ്മൂട്ടിയാണെന്നാണ്. നോക്കുമ്പോൾ ഇത് ഒറിജിനൽ മമ്മൂട്ടിയല്ലോ, AI മമ്മൂട്ടിയാണ്. AI കാലാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലാണ്. ഇത് റെഗുലേറ്റ് ചെയ്യണം. ഇത് റെഗുലേറ്റ് ചെയ്യില്ല, സംഗതി പോക്കാണ്. സൃഷ്ടാവിനെ തന്നെ സൃഷ്ടി ബതുങ്ങിക്കളയും. ആ രീതിയിലേക്ക് AI മാറുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വേണം. പക്ഷേ ചിലി എന്ന രാജ്യം, സാമുവൽ അലൻഡയുടെ ചിലി എങ്ങനെയാണോ റെഗുലേറ്റ് ചെയ്തത്, അതിന് സമാനമായി വി നീഡ് റെഗുലേഷൻസ്. അല്ലെങ്കിൽ അപകടകരമായ വിധം ഇത് മാറും. ഇപ്പോൾ ഞാൻ കവിയൊന്നുമല്ല, ഞാൻ കവിത എഴുതുന്ന പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം പുസ്തകോത്സവം കഴിഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ചില പ്രസാധകർ, സാർ നിങ്ങളുടെ ഒരു പുസ്തകം ഞങ്ങൾക്ക് പ്രസാദനം ചെയ്യാം, എന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കവിത എഴുതി കഥ എഴുതുന്ന ലോകത്തൊരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. അതപ്പം തന്നെ എൻ്റെ മുമ്പെന്ന് പറയും ഗംഭീര കവിത എന്നൊക്കെ പറയും, കഥ ഗംഭീര അതിനെ സാർ. ഇത് ചെവി പോയിട്ട് പറയും, ഇതാരോ എഴുതി കൊടുത്തിയാ. ഇത് കേൾക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എൻ്റെ അടുത്ത് പല പബ്ലിഷരും വന്നു, സാർ ഞാൻ നിങ്ങളുടെ കഥകൾ പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളുടെ ലേഖന സമാഹാരങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അതിന് ലേഖനമൊന്നും എഴുതിയിട്ടില്ലല്ലോ. സാർ എഴുതിക്കോ. ഇന്നിപ്പോൾ കവി ആർക്കും ആവാം. നിങ്ങൾ AI ചാറ്റ് GPT അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കൊരു നല്ല കവിത കിട്ടും, നല്ല കഥ എഴുതി തരും. ഞാനാണെങ്കിൽ കഥയും കവിത എഴുതാത്ത ഞാനാണ് ഏറ്റവും കൂടുതൽ ബുക്ക് റിലീസ് ചെയ്ത ആൾ. ഇത് ഹൈലി സ്റ്റെറൈൽ ഏരിയ ആണല്ലോ നിയമസഭ. അവിടെ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവൽ ആകുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 300 ചില്ലാന പുസ്തകം റിലീസ് ചെയ്തു, അതിലൊരു 10-25% ഞാനാണ് ചെയ്തത്. ഞാൻ അറിയുന്നില്ല, ഓഫീസിൽ കൊടുക്കും സമയം. ഇതുപോലെ ഡിജിറ്റൽ വാളിൽ ഇങ്ങനെ ക്ലോക്ക് ഉണ്ടാവും, താഴോട്ടേക്കാണ് പോകുന്നത്. 25 മിനിറ്റ് ആകുമ്പോൾ പ്രസംഗം നിർത്തണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി മൈക്ക് ഓഫ് ആവും, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളായി അവിടെ നിന്ന് അനൗൺസ് ചെയ്യും, അടുത്ത പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആൾ പോവുമല്ലോ. ഇത് AI കാലാണ്. ആർക്കും കവിത എഴുതാം, ആർക്കും കഥ എഴുതാം, ആർക്കും ലേഖന സമാഹാരം എഴുതാം. ആ രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ കൃത്യമായ റെഗുലേഷൻസ് നമുക്ക് അനിവാര്യമാണ്, അല്ലെങ്കിൽ അപകടത്തിലേക്ക് നീങ്ങും. അപകടത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വേണ്ട. അതാണ് ഇവിടെ തന്നെ ഉപയോഗിച്ചൊരു വാക്കാണ്, ഞാൻ കേട്ടു. ആരാണ് ഉപയോഗിച്ചെന്നറിയില്ല. ഞാൻ കൃത്യമായും നിങ്ങളുടെ ഈ സബ്മിറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ പുതിയ വാക്ക് കേട്ട് അപ്പം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എന്താ ഡിജിറ്റൽ ഡൈറ്റ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏതോ വന്നൊരാൾ ഉപയോഗിച്ച വാക്കാണത്. വേറൊരു വാക്ക് നിങ്ങൾ പരിചയമുണ്ടാവും, ഓക്സ്ഫോർഡിൻ്റെ ഇയർ ഓഫ് ദ വേർഡ് എന്താണെന്നറിയോ? ബ്രെയിൻ റോട്ട് എന്ന. ഏതാണ്ട് ബ്രെയിൻ റോട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കും തന്നെ ഇപ്പോൾ നമുക്ക് സ്വന്തമായി ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളുടെ പുറകെ പാഞ്ഞ് നമ്മുടെ ചിന്തകൾക്ക് പകരം സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന തിങ്കിങ് പ്രോസസ്സിലേക്ക് നമ്മൾ ചുരുങ്ങുകയാണ്. വസ്തുതകൾ നമുക്ക് പറയാൻ കഴിയാതെ പോകുന്നു. ഈ രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പം നമ്മൾ ജീവിക്കുന്ന കാലം, ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ട്. ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ടിട്ട് ഇപ്പോൾ ചിലർ പറയും നിങ്ങളെന്താ ചെക്കപ്പ് ചെയ്യാത്ത. ഞാൻ പറഞ്ഞു, ചെക്കപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും രോഗം ഉണ്ട് തന്നെ അപ്പം തന്നെ മരിച്ചു. ചിലർ പറയുമല്ലോ കൃത്യമായി മെഡിക്കൽ ചെക്കപ്പ് വേണം. ഞാൻ പറഞ്ഞു, ഞാൻ ചെക്കപ്പും ചെയ്യില്ല. ഇനി ചെക്കപ്പ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും രോഗമുണ്ടെന്ന് കണ്ടിട്ട് ആടെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കും. അതുപോലെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉണ്ടാകുന്നൊരു കാലമാണിത്, ഭാവിയെക്കുറിച്ച്. പക്ഷെ ഇതെല്ലാം, ഈ കാലവും കഴിഞ്ഞു പോകും. ദിസ് ഷാൽ ബി പാസ്. അതുപോലെ ഇതും കഴിഞ്ഞു പോകും. പക്ഷെ നമ്മൾ കാണേണ്ടത് കുട്ടികളെ, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ജനറേഷന്, പുതിയ തലമുറയെ, ആ തലമുറയെ അവർക്കിടയിൽ ഒരു പുതിയ കൾച്ചർ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ആ കൾച്ചർ ഒന്ന് സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചുള്ളതാണ്. 2 അവരുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നത്
പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാൻ പ്രാപ്തമാക്കത്തക്ക നിലയിൽ അവരെ എക്യൂപ്ഡ് ആക്കുന്നത്. 3, കേവലം PSC എന്ന ടാവട്ടത്തിൽ നിന്ന് കറങ്ങാതെ വിശാലമായി ചിന്തിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് പുതിയ തലമുറയെ ചിന്തിപ്പിക്കാൻ പ്രാപ്തമാക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല, കാരണം പ്രത്യേകിച്ച് ഫ്യൂച്ചർ സമ്മിറ്റിൽ വന്ന് എന്താ ഫ്യൂച്ചർ എന്ന് എനിക്കറിയാം. ഞാൻ സ്കോളറൊന്നുമല്ല, പക്ഷെ ഐ നോ ദ ഗ്രൗണ്ട് റിയാലിറ്റി. എന്താ ഗ്രൗണ്ട് റിയാലിറ്റി? പ്രസംഗമൊന്നും അധിക നേരം കേൾക്കാൻ ആൾ തയ്യാറല്ല. അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ഇതന്നെ ഇരിക്കുന്ന നിങ്ങൾ കണ്ണു വീപ്പിച്ചോണ്ടോ കുട്ടികളല്ലോ. സ്പീക്കർ വരും, എഴുന്നേറ്റ് പോവരുത്. ഫ്രാക്റ്റാണ്. അധിക സമയം നോക്ക് പ്രസംഗം ഇഷ്ടമല്ല. മൈക്ക് മുമ്പിലുണ്ട്, ആൾ മുഖത്തേക്ക് തുറച്ചു നോക്കുന്നുണ്ട്, എന്നാൽ പിന്നെ സകല അറിവും അങ്ങ് വിളമ്പിക്കളയാം എന്ന് പറഞ്ഞാൽ മനസ്സിൽ അവർ പിറുപിറുക്കും, മർമറിയും. ഇങ്ങനെ എത്ര സമയമായപ്പോൾ? സമയം 12:45. അധിക സമയമൊന്നും സംസാരിക്കുന്നതും ശരിയായ രീതിയല്ല. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിയമസഭ ഇങ്ങനെ തന്നെയാണ്. നിയമസഭയിലൊന്നും കുറേ നേരം പ്രസംഗിക്കാൻ പറ്റില്ല. ആൾക്ക് ഏത് പ്രമുഖനായ പ്രാസംഗികനും പരമാവധി പറ്റിയ 15 മിനിറ്റാണ്, 20 മിനിറ്റാണ്. അതിൻ്റെ അപ്പുറത്ത് വന്നാൽ നമ്മളങ്ങ് ഓഫാക്കും, ഡിസ്കണക്ട് ചെയ്ത് കളയും. അതുപോലെ അത് നമ്മൾ പ്രത്യേകം പരിശീലിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ. എന്താ നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ എത്രയാണ്? 30 സെക്കൻഡാണ്. ഇപ്പോൾ റീൽസിൻ്റെ കാലമല്ലേ. റീൽസ് എന്ന് പറയും ഇങ്ങനെയാണ് പോകുന്നുണ്ടാവും, ആൾ ഇങ്ങനെ പോകുന്നുണ്ടാവും. എന്തെന്ന് ഇങ്ങനെ പോകുന്നത്? ഇത് മറ്റേ ഐഫോണിൻ്റെ മറ്റേ 3 കണ്ണുള്ള സാധനം, ഇതും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. നമ്മൾ നടക്കുന്നത് നമ്മളെ നടത്തം മാറുമല്ലേ. ഈ ജനറേഷന് പറയുമ്പോഴാണ് നമ്മളെ നടത്തം മാറുന്നു. നമ്മുടെ ഗസ്റ്റേഴ്സ് എങ്ങനെയാണ്? എല്ലാം ഈ റീൽസിന് കണക്കായിട്ടാ. ചിരിക്കുന്നത് പോലും ഗസ്റ്റേഴ്സ്, ചിരിയുടെ പോലും റീൽസിന് കണക്കായി. റീൽസിൻ്റെ കാലമാണിത്. ഈ റീൽസിൻ്റെ കാലത്ത് ജീവിക്കുന്ന തലമുറ. അതിൽ തന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത്? 30 സെക്കൻഡ് റീൽസ്, അതിൽ ആദ്യത്തെ 10 സെക്കൻഡിൽ ക്യാച്ച് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ പോകാം. പിന്നെ വായിക്കുക. ചിലരിങ്ങനെ അടിച്ചെഴുതി വിട്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അധികം ഇത് ആരും വായിക്കില്ല. ഈ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ആശയങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുമെങ്കിൽ ആൾ വായിക്കും. അല്ല, ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാൻ ആൾ തയ്യാറല്ല. നിങ്ങളുടെ ഉള്ളിലെ കാര്യം ഞാൻ പറയുന്നതുകൊണ്ട് അറിയാതെ നിങ്ങളുടെ മുഖത്ത് ചിരി വരുന്നത്. കാരണം എന്നെപ്പോലെ ചിന്തിക്കുന്നവരെ നിങ്ങളും. അതുകൊണ്ട് വളരെ വേഗതയുടെ കാലമാണ്. വളരെ വേഗത, എല്ലാം വേഗം അവസാനിക്കണം. കുറേ സമയം ഇരുന്ന് കേൾക്കാൻ ആരും തയ്യാറല്ല. നിങ്ങൾ വേഗം അവസാനിപ്പിച്ചോ, മികച്ച സ്പീക്കറാണ്. നിങ്ങൾ കണ്ടിന്യൂസ് വെരി ഇറിറ്റേറ്റിംഗ് ആൻഡ് വെരി ബോറിങ്. നിങ്ങൾ മനസ്സിൽ പറയും എത്ര സമയമായപ്പോൾ. ചിലർക്ക് ഇത് മൈക്ക് കിട്ടിയാൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇതെത്ര സമയമാണ് പറയുന്നത്? ഇതും ഫ്യൂച്ചർ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. ഫ്യൂച്ചർ സബ്മിറ്റ് ആകുമ്പോൾ ഭാവി തലമുറയുടെ മനസ്സിലെ കാര്യം ഞാൻ പറഞ്ഞു. അധികമൊന്നും ഒരു കേൾക്കൂല. അതുകൊണ്ട് ക്ലാസ്സും അട്രാക്ട് ചെയ്യാൻ പറ്റും ടീച്ചർക്ക്. ദ പേഴ്സൺ ഹു ഈസ് ടേക്കിംഗ് ക്ലാസ്, ഹി ഹാസ് ടു അട്രാക്ട് ദ സ്റ്റുഡൻസ്. പണ്ടാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് കയറിയിട്ടില്ലെങ്കിലും റിട്ടേൺ എക്സാമിൽ എക്സ്റ്റേണൽസിൽ മാർക്ക് ചെയ്ത് പിടിച്ചോ. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പം പിന്നെ റിട്ടേൺ എക്സാം ഉണ്ട്, എക്സ്റ്റേണൽസ് ഉണ്ട്, ഇൻറ്റേർണൽസ് ഉണ്ട്. ഇൻറ്റേർണൽസിലാണല്ലോ മാർക്ക് കിട്ടുന്നത്. ഡിവിഷൻ ഉണ്ടല്ലോ. ഞാനന്ന് ആകെ ഇൻറ്റേർണൽസ് എഴുതി ഞാൻ ലോക്ക് മാത്രമാണ്. എൻ്റെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതിലൊന്നും ഇൻറ്റേർണൽസ് ഇല്ല. എക്സ്റ്റേണൽ ആയതുകൊണ്ട് നമ്മൾ കൃത്യമായി പാസ്സായത്. ഇൻറ്റേർണൽസ് വരുമ്പോൾ നമുക്കൊന്നും ടീച്ചർമാർ വലിയ മാർക്ക് കയറില്ലല്ലോ, കാരണം ക്ലാസ് കയറാറില്ലല്ലോ. അതുകൊണ്ട് എവിടെയൊക്കെ പിടിക്കാൻ പറ്റുന്ന ചാൻസ് അവിടെ പിടിക്കും. വരട്ടെ ഇൻറ്റേർണൽസ്, നേരം നോക്കാം. അതുകൊണ്ട് ഒരു വലിയ മാർക്കൊന്നും എങ്ങനെയെങ്കിലും പാസ്സായിപ്പോട്ടെ എന്നുള്ള മാർക്കൊന്നും വന്നില്ല, എന്നങ്ങ് പോട്ടെ എന്ന രീതിയിലുള്ള സമീപനം നമ്മൾ സ്വീകരിച്ചത്. അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം, മത്സരത്തിൻ്റെ കാലമാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. സക്സസ്ഫുള്ളായി മാത്രമേ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ അച്ചടക്കം ഉണ്ടാവണം, ഡിസിപ്ലിൻ ഉണ്ടാവണം. ആ രീതിയിൽ വളരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും ടോമും എടുത്തിട്ടുള്ളത്. ഇതിനിയും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. ഇതിൽ ഇനിയിപ്പോൾ ഒരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആണല്ലോ ഞാൻ, എനിക്കൊരു കോൺസ്റ്റിറ്റ്യുവൻസി. അതിൽ ഞങ്ങളുമായിട്ട് എങ്ങനെ സഹകരിക്കാം അതുകൂടി പറയും. കുറച്ച് സ്വന്തം കാര്യം പറയണ്ടേ. ജെയിൻ ഗ്രൂപ്പിന് എങ്ങനെ ഞങ്ങളുമായി സഹകരിക്കാം? തലശ്ശേരിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വല്ല ജോലിയും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ചിന്തിക്കണം. തിങ്കിങ് പ്രോസസ്സിനകത്ത് കുട്ടികളുടെ മൈൻഡ് സെറ്റ് ആ രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കുന്ന എല്ലാ പ്രക്രിയക്കും ആ രീതിയിലേക്ക് വിദ്യാഭ്യാസ ക്രമം മാറ്റാൻ ജെയിൻ ഗ്രൂപ്പ് തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞ് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഓർഗനൈസേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്തെന്താ
നമ്മുടെ വിദ്യാർത്ഥികൾക്കായുള്ള എത്ര മികച്ച ജീവിത പാഠങ്ങളാണ് വളരെ സരസമായ ഭാഷയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് നമ്മുടെ ഒരു സ്നേഹ സമ്മാനം നൽകാനായി നമ്മുടെ ഡയറക്ടർ ഓഫ് ന്യൂ ഇനിഷ്യേറ്റീവ് ജെയിൻ യൂണിവേഴ്സിറ്റി ഡോക്ടർ ടോം എം ജോസഫിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. This is a man who controls all the MLAs of the state, who control the administration, who rule our state. And here he is with such a fine grip over the minds of even the youngsters sitting here. He has a stellar understanding of what goes into the minds of all of us, not just the students. And that's exactly what makes him an engaging speaker.